ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായി കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇടപെടുന്നത്. ഇപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യം അമൽ റണവാഡയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തെ അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 5 വർഷത്തോളമുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വലിയ കോൺട്രാക്റ്റ് തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ബിപിൻ സിംഗിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് മറക്കാൻ ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ക്ലബ്ബ് വലിയ ഒരു തുകയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ താരത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ആശിഷ് നേഗി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോമെ പെപ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന വിവരം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതായത് പെപ്രയുടെ കോൺട്രാക്റ്റിൽ ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കിടക്കുന്നുണ്ട്. അതായത് അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ, ആ കരാറിൽ പറഞ്ഞതുപോലെയുള്ള മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ അടുത്ത 1-2 വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് ദീർഘിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല സാലറി അവിടെ വർദ്ധിക്കുകയും ചെയ്യും. അദ്ദേഹം വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയാൽ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യപ്പെടും എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആരായിരിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ആ ഒരു മുഖ്യ പരിശീലകന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് വളരെ രഹസ്യമായി കൊണ്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് ആശിഷ് നേഗി പറയുന്നുണ്ട്. അതുപോലെ തന്നെ തോമസിന് പ്രോ ലൈസൻസ് ലഭിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ മുഖ്യ പരിശീലകനായി നിയമിക്കാതിരിക്കുകയും ചെയ്താൽ മറ്റു ISL ക്ലബ്ബുകളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബുകളോ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. TG പുരുഷോത്തമൻ ക്ലബിനോടൊപ്പം തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ താരത്തെ കൂടി സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുറത്തു പോകുന്ന താരം ആരാണ് എന്നുള്ളത് വ്യക്തമല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 2 വിദേശ താരങ്ങൾക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും. അതുപോലെ തന്നെ ആശിഷ് നേഗി മറ്റൊരു അപ്ഡേറ്റ് നൽകുന്നുണ്ട്. ഒരു ഡൊമസ്റ്റിക് വിങ്ങർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പുതിയ വിദേശ താരം എത്താനുള്ള സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡൊമസ്റ്റിക് വിങ്ങർക്ക് വേണ്ടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.